ഇൻവെസ്റ്റ് യുവർ ഫസ്റ്റ് 1 lakh. അതായത് നിങ്ങളുടെ ആദ്യത്തെ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു 1 ലക്ഷം കിട്ടിയാൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എമർജൻസി ഫണ്ട്, 6 മാസത്തെ ഒരു എക്സ്പെൻസ് വരുന്നത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്. ആ ഒരു ഫണ്ട് നിങ്ങൾ എപ്പോഴും മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങളതൊരു FD ആയിട്ട് ഇട്ടോളൂ. കാരണം നമുക്ക് അതിലൊരു ഗ്രോത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ FD എപ്പോഴും നമുക്കൊരു സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് ഒരു 6 മാസത്തെ നിങ്ങളുടെ എക്സ്പെൻസിൻ്റെ എമൗണ്ട് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. അതുപോലെ നിങ്ങളുടെ മക്കളുടെ പേരിൽ സുകന്യ സമൃദ്ധി തുടങ്ങുന്നവരുണ്ട്, അതും നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക്, അതായത് ഒരു ലംസം എമൗണ്ട് ഇട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, SIP പോലെയുള്ളതല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ 1 lakh 2 lakh ഒക്കെ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള പ്ലാനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 1 lakh 50% നിങ്ങൾ സ്റ്റോക്കിലിടാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്കിലാണ് പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് പെട്ടെന്ന് കിട്ടുന്നത്. ഒരു കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് ആ എമൗണ്ട് ഇരട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ കിട്ടുന്ന ആ ഒരു 1 lakh 50%, അതായത് 50,000 ഒരു 30% ലാർജ് ക്യാപ് സ്റ്റോക്കിൽ, അതായത് ഹൈ ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ ഹൈ ഷെയർ വാല്യൂ ഉള്ള കമ്പനീസ് ആണ്, അതാണ് ലാർജ് ക്യാപ് സ്റ്റോക്ക്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ വരുന്ന ആ ഒരു 50,000 50% മിഡ് ക്യാപ് സ്റ്റോക്ക്, അതായത് ഒരു മോഡറേറ്റ് റിസ്ക്കും മോഡറേറ്റ് ഗ്രോത്തും ഉള്ളതാണ് മിഡ് ക്യാപ്പ്. പിന്നെ വരുന്ന ബാക്കി 20% സ്മോൾ ക്യാപ്പ് ഈ ഒരു സ്റ്റോക്സിലൂടെ. അപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വോളറ്റിലിറ്റി കൂടുതലായിരിക്കും, റിസ്ക്കും കൂടുതലായിരിക്കും, പക്ഷെ റിട്ടേണും അതുപോലെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 20% ആ ഒരു റേഞ്ചിലാണ് ഇടേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്റ്റോക്സിനെ പറ്റി അറിയില്ലെങ്കിൽ സാധാരണ മ്യൂച്വൽ ഫണ്ടിലായാലും ഈ ഒരു 50,000 ഇടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ വരുന്ന ഒരു 30% ഗോൾഡ് ബീസ് അല്ലെങ്കിൽ നിഫ്റ്റി ബീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഈ ഒരു എന്താ പറയുക, ഈ നിഫ്റ്റിയുടെയും ഗോൾഡിൻ്റെയും ഒക്കെ ചെറിയ എമൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ETFs ആണ്. അപ്പോൾ ഈ ETFസിൽ, അതായത് ഒരു 30% നിഫ്റ്റിയുടെ ETFസിൽ ഇടാം. അപ്പോൾ അതിലും ഈ പറയുന്ന പോലെ നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ. ബാക്കി വരുന്ന 20% ഗോൾഡ് പീസ്, അതായത് ഗോൾഡ് ETFസിൽ ഇടാം. ഗോൾഡ് ETFസിൽ ഇട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ വാറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ അഡ്വൈസറി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കോവിഡൊക്കെ വന്നു, അതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ ഒരു ഗോൾഡിനാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 20% ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ടുള്ള റിസ്ക് വരുന്നതാണ്. അതേപോലെ തന്നെ എന്നാൽ നല്ല രീതിക്ക് റിട്ടേൺ വരുന്ന ഈ ഒരു ടൂളുകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് 1 lakh ഇതേപോലെ ശ്രദ്ധിച്ച് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫണ്ടിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിസ്ക് നമുക്ക് പരമാവധി കുറയ്ക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫസ്റ്റ് 1 lakh നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യാതിരിക്കുക. പരമാവധി പല ഷെയർസിൽ, പല ETFസിൽ, പല ടൂൾസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ഇൻവെസ്റ്റിംഗ് ഐഡിയാസ്, അതുപോലെ തന്നെ ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.